പടത്തിന്റെ തുടക്കത്തിൽ ജപ്പാനാന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഏതാണ്ടൊക്കെ ഒരു ഹാർബറൊക്കെ കാട്ടി നമ്മളെ പറ്റിക്കാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഷ്പനെ മുകളിൽ കെട്ടിയിട്ടേക്ക. എന്നിട്ട് പുഷ്പനെ അവിടുന്ന് കയർ മുറിച്ചൊരു അറ്റ ചാട്ടാ. പുഷ്പന്റെ തവളച്ചാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു മാസ് ഡയലോഗ് അടിക്കും. ഈ മാസ് ഡയലോഗ് കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഒരു ഓട്ടം അവര് വെടിവെക്കുമ്പോ ഈ സീനൊക്കെ നമ്മുടെ ഇക്ക പണ്ടേ വിട്ടതാണ്. നമ്മൾ ഇത്ര നേരം കണ്ട ഫൈറ്റ് ഉണ്ടല്ലോ, അത് പുഷ്പ സ്വപ്നം കണ്ടതാണ് പോലും. ഫാഫ ആ ചന്ദനമരും അവിടെയുള്ള ആൾക്കാരും ഒക്കെ അറസ്റ്റ് ചെയ്യും. പുഷ്പ എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവും. അപ്പോൾ അവിടെയുള്ളവർ പറയും, നമുക്കൊരു രക്ഷയില്ല മച്ചാനെ, നമ്മുടെ ജോലി പോവും. അപ്പോൾ പറയും, എന്നാൽ നിങ്ങളുടെ ജോലി ഇത്ര കാലം എടുക്കണതിൻ്റെ ശമ്പളം ഞാൻ തരാമെന്ന് പറയും. പിന്നെ ഒരു ഗംഭീര പാട്ടാ, എല്ലാം അറിയണ പുഷ്പനും പുഷ്പിക്കും വേണ്ടിയുള്ള പാട്ട്. പിന്നെ കുറച്ചു നേരത്തേക്ക് ഫാഫിയും ഇല്ല, ചന്ദനകടത്തും പുഷ്പനും പുഷ്പിയുടെ അഴിഞ്ഞാട്ടാണ്. രേഷ്മയ്ക്ക് സി എമ്മിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. അപ്പൊ പുഷ്പ സി എമ്മിന്റെ അടുത്തേക്ക് പോകും. സി എം ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ പുഷ്പ സി എമ്മിനെ മാറ്റാന്ന് പറയും. ടിആറോട് ആയിക്കോളാൻ പറയും. വെറും നിസാരം. സി എമ്മിനെ മാറ്റണമെങ്കിൽ പൈസ വേണമല്ലോ. അപ്പോൾ ഒരു 5000 കോടിയുടെ ഒരു ചന്ദനമരത്തിന്റെ ഡീല് പുഷ്പ നടത്തും. പിന്നെ ഫാഫ പുഷ്പയുടെ ഗ്യാങ്ങിൽ ഒരാളെ തട്ടും. അപ്പോൾ കോംപ്രമൈസിനെ വിളിക്കും. അപ്പോൾ ഫാഫ പറയും, എന്നോട് സോറി പുഷ്പ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം നിർത്താമെന്ന് പറയും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയും. പുഷ്പ സോറി പറഞ്ഞ കാരണം അവൻ്റെ ആൾക്കാർ അയ്യേ പുഷ്പ താഴ്ന്നേന്ന് പറഞ്ഞ് കളിയാക്കണ കാരണം കാറ് റിവേഴ്സ് എടുത്തിട്ട് പോയിട്ട് ഫാഫയുടെ മേത്ത് ഇടിച്ച് കയറ്റിയിട്ട് മൂത്രം ഒഴിക്കും ഫാഫയുടെ മേത്ത്. ഫാഫയുടെ ഒരു അഴിഞ്ഞാട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഫാഫയ്ക്ക് ഈ പടത്തിൽ തുണിയെടുത്ത് നടക്കാനുള്ള യോഗം പോലും ഇല്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞേ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ, ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഫാഫ എന്നിട്ട് വീണ്ടും പുഷ്പയുടെ ചന്ദനമരം പിടിക്കാൻ പോവും. പക്ഷെ പിടിച്ചത് ഫേക്ക് ചന്ദനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുനിലിൻ്റെ ഭാര്യ വരെ ഫാഫേനെ ഊക്കും ഗൈസ്. നിന്നെ എന്റെ ഭർത്താവിനെയും കണ്ടാലും ആണുങ്ങളെ പോലൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നേ. അതുപോലെ ഇത് കണ്ടാലും രക്തേന്ദ്രമാണെന്ന് തോന്നും. ഓരോരുത്തർ ഫാഫേനെ ഊക്കണ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതുണ്ട്. മൂപ്പര രക്തചന്ദനത്തിന്റെ അവിടെ തീയിട്ടിട്ട് സ്വയം ചാടിച്ചാവും. ഇനി നിങ്ങപ്പോ ചോദിക്കും, നിങ്ങളുടെ ഹീറോ ഇനി എന്താ ചെയ്യാന്ന്? മൂപ്പര ഡാൻസ് കളിക്കും. നാളത്തെ കേരള ബമ്പർ തെരഞ്ഞെടുപ്പ് നാളത്തെ കേരള ബമ്പർ തെരഞ്ഞെടുപ്പ് നാളെയാണ്. ശ്രീവല്ലി പ്രഗ്നന്റ് ആയി. അപ്പൊ പുഷ്പയ്ക്ക് പെൺകുഞ്ഞിനെ വേണമെന്ന് പറയും. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? കുഞ്ഞാണ് ജനിക്കുന്നെങ്കിൽ അവന് കൊടുക്കാനായിട്ടൊരു കുടുംബ പേര് പോലും ഇല്ലാത്തവരല്ല ഞാൻ. എന്നാതൊരു പെൺകുഞ്ഞാണെങ്കിലോ നാളെ അവനൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോ ആ കുടുംബത്തിന്റെ പേര് അവർക്ക് കിട്ടില്ല. അതിനിടയ്ക്ക് പുഷ്പയുടെ ചേട്ടൻ്റെ മോളെ ഒരാൾ ശല്യം ചെയ്യണം കണ്ടിട്ട് പുഷ്പ അവരെ ഇടിച്ച് ചമ്മന്തി വെക്കും. കഴിഞ്ഞിട്ട് പുഷ്പയുടെ ചേട്ടൻ വരും. അതിൻ്റെ ചേട്ടൻ വന്നിട്ട് പുഷ്പേനെ ഊക്കി വിടും. രേഷ്മിയ വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ലെവലിലുള്ള ഒരു പെർഫോമൻസ് കാണിക്കും. ഈ കൊല്ലത്തെ നാഷണൽ അവാർഡ് നിനക്ക് തന്നെ. മതി വെറുപ്പിച്ചത് മതി. പിന്നെ ആ പൈസ കൊടുത്തിട്ട് ഇയാളെ CM ആക്കും പുഷ്പ. എന്നിട്ട് ഒരു ഫോട്ടോ അങ്ങ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പുഷ്പയുടെ ചേട്ടൻ്റെ മോളെ കുറച്ച് പേര് കിഡ്നാപ്പ് ചെയ്യും. അപ്പോൾ പുഷ്പ പോയിട്ട് രക്ഷിക്കാൻ പോവും.
എന്നിട്ട് അവർ പുഷ്പയുടെ കൈയും കാലും കയറ് വെച്ച് കെട്ടിയിടും. എന്നിട്ട് പുഷ്പ ചുക്ലിപ്പട്ടിയുടെ പോലെ എല്ലാത്തിനെയും കടിച്ച് പറിക്കും. മോളെ രക്ഷിച്ച കാരണം പുഷ്പയ്ക്ക് വീട്ടുപേര് ചേട്ടൻ കൊടുക്കും, പിന്നെ കല്യാണത്തിന് ക്ഷണിക്കും. അത് കേട്ട് പുഷ്പ കരയും. ഇനി ഒരു നോക്ക് കാണാനാകുമോ ഇവരെയൊക്കെ? കളി ജയിച്ച് കാര്യക്കാരനായി എത്തുന്ന ഇവനെയാണ് ഇവർ സ്വപ്നം കാണുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഇവനെങ്കിൽ തകർന്നു പോകും, വെന്ത് വെണ്ണീറാകും ഈ ഹൃദയങ്ങൾ.